2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 ടേബിൾ സ്പൂൺ മല്ലി, 1 തുടം വെളുത്തുള്ളി തൊലി കളഞ്ഞത്, 1/4 മുറി തേങ്ങ കഷ്ണങ്ങളാക്കിയത്. ആദ്യം നമുക്ക് ഇതിൽ മിക്സിയുടെ ചെറിയ ജാറിൽ പെരിഞ്ജീരകവും മല്ലിയും കൂടെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ബാക്കിയും കൂടെ പിന്നെ ചേർത്ത് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തൊരു പാത്രത്തിൽ മാറ്റാം. 2.5 കപ്പ് ചെറുപയർ പരിപ്പ് കുതിർത്തതും തരിതരിപ്പായിട്ട് അരച്ച് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂണ് കായപ്പൊടി ആ സ്വാദിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് തേച്ച് കുഴയ്ക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുത്ത് അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് തേച്ച് കുഴച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണം. നമുക്ക് ചീൻചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടാകുമ്പോൾ ഇത് കുറച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ എണ്ണ ചൂടായോ നോക്കിയിട്ടേ ഇത് ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് നമ്മൾ 1 മിനിറ്റോളം ഇത് തുടരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ട് ഇളക്കിയാൽ അത് ഒട്ടിപ്പിടിക്കും അടിയിൽ. 1 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചിടുക. അങ്ങനെ മൂപ്പിച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ട് സോസോ ചമ്മന്തിയോ കൂട്ടി കഴിക്കാവുന്നതാണ്. ബാക്കി കുറച്ച് മാവ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ എന്തെടുത്തു എന്ന് വെച്ചാൽ നമ്മുടെ ഇഡ്ലിക്കുട്ടത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് മൺചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് പെരിഞ്ജീരകം, 2 വല്യുള്ളി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 തക്കാളി ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ജീരകപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ സ്റ്റീംഡ് ബോൾസ് ഇട്ട് കൊടുക്കുക. 1/4 മുറി തേങ്ങ നല്ലതുപോലെ അരച്ചതും ചേർത്ത് കൊടുത്ത് കുറുകി വരുമ്പോൾ മല്ലിയിലയോ അല്ലെങ്കിൽ കസൂരി മേത്തിയോ ചേർത്ത് കൊടുക്കുക. ഇത് ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്.